എനിക്കിതിൽ പ്രത്യേകിച്ച് യാതൊരു ഞെട്ടലുമില്ല. കാരണം ഈ ഒരു 50% മേലിൽ ഇപ്പോൾ നമ്മുടെ കൗമാരക്കാര് മുഴുവൻ ഇതേ പാതയിൽ തന്നെയാണ്. കുഞ്ഞുങ്ങളെ കൊന്ന് കുഴിച്ചു മൂടുന്നൊന്നല്ല. പക്ഷെ ആ ഒരു അവസ്ഥയിൽ എത്താതെ സേഫ്റ്റി പ്രിക്കോഷൻസ് അവർ യൂസ് ചെയ്യുന്നു. ഒരു മാതൃത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു ഒരു യുവതി എത്തണമെങ്കിൽ അവൾ മാനസികമായി ഒരു അമ്മയാവാൻ തയ്യാറെടുക്കണം. അവിടെ ഇതൊന്നും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളിൽ പരിചയപ്പെടുന്ന വ്യക്തിയുമായി ഒന്നോ രണ്ടോ ദിവസത്തെ പരിചയമുള്ള വ്യക്തിയുമായി ഈ പറഞ്ഞതുപോലെ ലിവിങ് ടുഗദർ അല്ലെങ്കിൽ ഇത്തരം സെക്ഷൽ റിലേഷനിലേക്ക് പോകുന്നു. അവരറിയാതെ തന്നെ ഇങ്ങനെ ഒരു പ്രഗ്നൻസി ഉണ്ടാകുന്നു. പല കുട്ടികൾക്കും ഇപ്പം PCOD ഒക്കെ ഉണ്ടായതുകൊണ്ട് പീരിയഡ്സ് ഒന്നും നോർമൽ അല്ല. അപ്പൊ ഒരു പക്ഷേ ഈ കുട്ടിയും അത് നശിപ്പിക്കാവുന്ന ആ ഒരു സമയത്തിന് ശേഷമായിരിക്കണം ഇതറിഞ്ഞത്. പിന്നീട് അവൾക്കുള്ള നിർദ്ദേശങ്ങൾ മുഴുവൻ കൊടുക്കുന്നത് സമൂഹ മാധ്യമമാണ്. ഇപ്പൊ നമുക്ക് സെർച്ച് ചെയ്താൽ എല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങൾ മുഴുവൻ ഇപ്പം സമൂഹ മാധ്യമങ്ങളിലും ഇപ്പൊ ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയകളിൽ അവർ എന്ത് തിരഞ്ഞാലും അവർക്ക് അതിനുള്ള മറുപടികളുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു? എന്നോടൊപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു 7ാം ക്ലാസ്സുകാരിയെ എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. അപ്പം ആ കുഞ്ഞിന്റെ അമ്മ കൊണ്ടുവന്നതിന്റെ കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ കുട്ടി ഭയങ്കരമായി ദേഷ്യം പ്രകടിപ്പിക്കുന്നു, അമ്മയോട് മിണ്ടുന്നില്ല, സാധനങ്ങൾ വലിച്ചെറിയുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. പക്ഷെ ഈ കൊണ്ടുവരുന്ന കുട്ടികളെ എല്ലാം നമ്മൾ സംസാരിക്കുമ്പം അവർക്ക് പറയാനുള്ള കഥകൾ സോഷ്യൽ മീഡിയയുമായി പരിചയപ്പെടുന്ന വ്യക്തികളുമായിട്ടുള്ള ഇതുപോലെയുള്ള റിലേഷൻ. കാരണം 2 ദിവസം 3 ദിവസം പരിചയപ്പെടുന്നവർ പിന്നെ അടുത്ത ദിവസം അവർ ഈ ഒരു റിലേഷനിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞൊരു +1 വാരിയെ കൊണ്ടുവന്നതിന്റെ കാരണം പരീക്ഷ എക്സാം എഴുതാൻ നേരത്ത് അവൾക്ക് അറ്റൻഡൻസ് ഇല്ല. 30% താഴെയാണ് അറ്റൻഡൻസ്. കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് അമ്മയും അച്ഛനും രാവിലെ ജോലിക്ക് പോകുന്നു. സ്കൂളിൽ നിന്ന് വിളി വന്ന അമ്മ അന്വേഷിച്ചപ്പോഴാണ് ഈ കുട്ടി ആ ഒരു വർഷം 1ഓ 2ഓ ദിവസമാണ് സ്കൂളിൽ പോയത്. കാരണം രാത്രി മുഴുവൻ ഈ കുട്ടി ഫോണിൽ ചാറ്റാണ്, സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ട ഒരാളുമായി ചാറ്റാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സമൂഹ ഒരു കൾച്ചർ, ഇന്ത്യൻ കൾച്ചർ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് അവകാശപ്പെട്ട് വന്നത് പണ്ട് നമ്മളൊക്കെ ഫോളോ ചെയ്ത് വന്ന കുറെ സംഭവങ്ങളാണ്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ കൾച്ചർ എന്ന് പറയുന്നത് അവരുടെ പിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ മറ്റു കുട്ടികൾ എന്ത് ചെയ്യുന്നു. അപ്പം ഇത്തരം ഈ പല കുട്ടികൾ ഇതുപോലെ സെക്ഷൽ റിലേഷനിൽ പോയി കഴിഞ്ഞിട്ട് കൗൺസിലിങ്ങിന് വരുന്നവരോട് ഞാൻ ചോദിക്കും, എന്തിനിങ്ങനെ പോയി എന്ന് ചോദിക്കുമ്പോൾ എന്നോട് പറയുന്നതാണ്, മാം എന്റെ ക്ലാസ്സിലെ പലരും ഇങ്ങനെ പോകുന്നു. അപ്പൊ എനിക്കിത് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഇല്ലേ? ആ ക്യൂരിയോസിറ്റി എന്താണെന്ന് അറിയാൻ വിളിച്ചു വരുന്നതാണ്. വളരെ എന്താ പറയുക, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ മറ്റുള്ളവർ ഇത് അറിയുന്നത്. പക്ഷെ നമ്മളിത് എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിന് ഒരു മാറ്റം വരണമെങ്കിൽ ആദ്യം അത് കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. പക്ഷേ നോർമൽ കേസിൽ ഒരു കുട്ടി ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോഴൊന്നും അവളിൽ ഉണ്ടായ ശാരീരികവും മാനസികവുമായ മാറ്റം ആ അമ്മയ്ക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല.